നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അങ്ങനത്തെ ഒരു വളരെ നല്ലൊരു മണവും രുചിയും എരിവും മധുരവും എല്ലാം കൂടി ചേർന്നൊരു ഇഞ്ചിക്കറി. സദ്യയുടെ പുളിയിഞ്ചി അല്ല കേട്ടോ, നമുക്ക് പിടിയിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഉണ്ടാക്കി ഉടനെ യൂസ് ചെയ്യാം. അത്രയും സ്വാദിഷ്ടമായ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കൂടുതൽ ഇഞ്ചിയൊക്കെ വാങ്ങണ സമയത്ത് കേടൊന്നും പോവാതെ ഇതേപോലെ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സ്വാദിഷ്ടമായ ഒരു ഇഞ്ചിക്കറി. ഇത് പുളിയിഞ്ചി എന്നല്ല, അതിൻ്റെ റെസിപ്പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു ഇഞ്ചിക്കറി. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇഞ്ചി കുറച്ച് അധികം 100 ഗ്രാമിലധികം ഉണ്ട് കേട്ടോ. നല്ലോണം തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കണ്ടോ, ഈ കഴുകി വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. വട്ടത്തിൽ അരിയാം അല്ലെങ്കിൽ നീളത്തിൽ അരിയാം. നൈസായിട്ട് വേണം, വല്ലാതെ കട്ടി കൂടരുത്. കാരണം നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അരിഞ്ഞു കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇഞ്ചിയൊക്കെ കണ്ടോ അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് ഇങ്ങനെ വട്ടത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. വട്ടത്തിലും ചിലത് നീളത്തിലുമൊക്കെ, പക്ഷെ വല്ലാതെ കട്ടി പാടില്ല എന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ കൂടെ കുഞ്ഞുള്ളി ഒരു 10 എണ്ണം ചെറുതായിരുന്നു ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ സാധാരണ പുളിയിഞ്ചിയിലോ സദ്യയ്ക്ക് ഉണ്ടാക്കണ പുളിയിഞ്ചിയോ ഇഞ്ചിക്കറിയോ എന്താ വെച്ചാൽ അതിലൊന്നും ഉപയോഗിക്കില്ല കേട്ടോ, ഉള്ളിയൊന്നും. അപ്പോൾ കുഞ്ഞുള്ളി ഉണ്ട്, അതുമാതിരി തന്നെ എരിക്കനുസരിച്ചിട്ട് പച്ചമുളക്, പിന്നെ കറിവേപ്പില കുറച്ചും കൂടി വേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുണ്ട്, അതിന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കറിവേപ്പില അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് 3 കൂടി നമുക്ക് റെഡിയാക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി കറിയിലേക്ക് ഇഞ്ചി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുന്നു. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി അങ്ങോട്ട് ഇടാം. ശ്രദ്ധിക്കണം, ആദ്യം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ മതി വയ്ക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ആയി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കും വേണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം, കാരണം ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം എരിയുള്ള മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്തോളൂ. അതേപോലെ തന്നെ മല്ലിപ്പൊടി കഷ്ടി ഒരു 1/2 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉലുവപ്പൊടി ഞാൻ ഉപയോഗിക്കുന്നില്ല, കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പൊടി ശർക്കര ഉണ്ട്. പൊടി ശർക്കരയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാളംപുളി വേണം കേട്ടോ. കണ്ടോ, ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആവണം. അത് നമുക്ക് കണ്ടോ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടോ, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇഞ്ചി വറുത്ത് മാറ്റി അതേ എണ്ണയിലേക്ക് തന്നെ കുഞ്ഞുള്ളി, കറിവേപ്പില, മുളക് ഇതും അതേ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കളറ് മാറി വരണം കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളി, കുഞ്ഞുള്ളി, കറിവേപ്പില ഒക്കെ നന്നായിട്ട് കണ്ടോ, പച്ചമുളക് നന്നായിട്ട് ഇതേപോലെ തന്നെ ആവണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം കരിഞ്ഞു പോകണ്ടല്ലോ. അതും കൂടി നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ കിടന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഗ്യാസ് ഒന്ന് കൊളുത്തിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഉള്ളത് ഇടണം, കായപ്പൊടി ഇടണം. അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം, ചൂട് നല്ലോണം ആറിന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഈ പൊടികൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ വലിയൊരു നാരങ്ങ, ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് കൊളുത്താം കേട്ടോ. ഇതിലേക്ക് വേണ്ട കായത്തിൻ്റെ പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരേണ്ടതുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്കൊരു പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരുന്നത് മിക്സിയുടെ ജാറിലേക്കിട്ട്
ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വല്ലാതെ മിനിമിനെ പൊടിയേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായിട്ട് കണ്ടോ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കര കുറച്ചിട്ട് കൊടുത്തിട്ട് വേണോ നോക്കിയിട്ട് മതി. വല്ലാതെ മധുരമായാൽ നന്നല്ല കേട്ടോ ഈ കറിക്ക്, ഈ ഇഞ്ചിക്കറിക്ക്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കണ്ടോ, ഇതേപോലെ ക്രഷ് ചെയ്ത് വെക്കാനേ പാടുള്ളൂ കേട്ടോ, അരച്ചെടുക്കരുത്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുഞ്ഞുള്ളി. ഇനി ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ, വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ എടുത്തിരുന്ന ശർക്കര കറക്റ്റായിരുന്നു കേട്ടോ, ഒരു ലേശം ബാക്കി വെച്ചിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് പോരേന്നൊക്കെ നോക്കി കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പും മധുരമൊക്കെ പോരെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ, മതി. ഇനി ഇതിലിരുന്നിട്ട് നന്നായിട്ട് കുറുകിക്കോളും. അപ്പോൾ വളരെ സിമ്പിളല്ലേ, വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു ഇഞ്ചിക്കറി. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു 3-4 ദിവസമൊക്കെ പുറത്ത് വെക്കാം. അതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. കഞ്ഞിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ വളരെ രുചികരമായിട്ടുള്ള ഒരു ഇഞ്ചിക്കറി. ഇനി ഇതിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ടൊന്നങ്ങോട്ട് കൊഴുത്തോളൂ കേട്ടോ. അപ്പോൾ കണ്ടോ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മുഴുവനായിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും പ്ലേറ്റിലേക്ക് വിളമ്പുന്നില്ല. നല്ല ചൂടുള്ള ചോറ് ഉണ്ട്, ആവി പറക്കണ ചോറ് ഇതിലേക്ക് ഇട്ടിട്ടാണ്ട് ഉരുട്ടാം നമുക്ക് കേട്ടോ. ഇന്നത്തെ ഉരുള അങ്ങനെ ആയിക്കോട്ടെ. ഹായ്, നല്ല ചൂടുണ്ട്. ഞാൻ എല്ലാ ഭാഗവും ഒന്ന് വടിച്ചെടുക്കട്ടെ കേട്ടോ. കര ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യൂ. തുടച്ചെടുക്കാം. ഒരു ഉരുള കിട്ടിയ തരക്കടില്ല എന്ന് തോന്നണില്ലേ? തോന്നുന്നുണ്ടറിയാലോ. ഹായ്, ഒന്ന് വലിയ ഉരുള തന്നെ ആയിക്കോട്ടെ കേട്ടോ. പറ്റാവുന്ന ആൾക്കാരൊക്കെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ റെഡിയല്ലേ ഉണ്ടാക്കാനായിട്ട് ഈ ഇഞ്ചിക്കറി? എല്ലാവർക്കും ഇഷ്ടമാവും, എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.